പിണറായി സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരമാണ് നിലനിൽക്കുന്നത്. അതിനെ മറികടക്കാൻ എന്തായാലും CPM ഒരു തന്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ മത്സരിച്ച MLA-മാരെ തന്നെ ഒരു പകുതിയോളം MLA-മാരെ വീണ്ടും മത്സരിപ്പിക്കാനാണ് എന്തായാലും CPM-ന്റെ തീരുമാനം. അതിൽ ഏറ്റവും രസകരമായ കാര്യം ഈ ആരോഗ്യവകുപ്പെല്ലാമാണ് ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കാനുള്ള പ്രധാന കാരണം. ആ ലിസ്റ്റിൽ വീണ ജോർജിൻ്റെ പേരുണ്ട്, അത്തരത്തിലുള്ള പല നേതാക്കളുടെയും പേരുണ്ട്. അതാണ് ഇപ്പോൾ ഇവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പം തുടർച്ചയായിട്ട് 2 തവണ വിജയിച്ചവരെയാണ് സാധാരണ മുൻകാലങ്ങളിൽ മാറ്റി നിർത്തുന്നത്. തോറ്റവരുടെ കാര്യത്തെ അത് വേറെ ഉണ്ട്, അവർക്ക് അവസരം പിന്നെ ഒന്നുകൂടെ കൊടുക്കും. 3 തവണയായി കഴിയുമ്പോൾ മാറ്റുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ 75 പേരാണ് മത്സരിച്ചെങ്കിൽ 62 പേരാണ് CPM-നുള്ളത്. നമ്മൾ കാസർഗോഡ് നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഓരോരുത്തരുടെയും പ്രകടനം അനുസരിച്ചാണ് അവർക്ക് വീണ്ടും ഇളവ് അനുവദിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ചിലർക്ക് വീണ്ടും കൊടുത്തിട്ടുമില്ല. ഇപ്പോൾ തൃക്കരിപ്പൂരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ രാജഗോപാൽ അദ്ദേഹത്തിൻ്റെയൊക്കെ പ്രകടനത്തിൽ കൊടുക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. കൊടുക്കുന്നവരുടെ ഒരു തവണ കൂടി മത്സരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. 21-ൽ നമുക്കറിയാം ചിലരെയൊക്കെ മാറ്റി നിർത്തി. ഇപ്പം ഐസക്കിനെയും സുധാകരനെയും EP ജയരാജനെയും മാറ്റി നിർത്തി. KK ശൈലജയെ മട്ടന്നൂരിൽ കൊണ്ടുവരികയും ചെയ്തു. ഇപ്പോൾ ധർമ്മടത്ത് എന്തായാലും പിണറായി തന്നെ മത്സരിക്കും. പിണറായിക്ക് പ്രത്യേക ഇളവ് കൊടുത്തിട്ടുമുണ്ട്. പിന്നെ മട്ടന്നൂരിൽ KK ശൈലജയെ തന്നെ. കാരണം KK ശൈലജയെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ മറ്റ് ചില വിവാദങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് പിന്നെ KK ശൈലജ തന്നെ മട്ടന്നൂരിൽ മത്സരിക്കും. കഴിഞ്ഞ തവണ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം KK ശൈലജയ്ക്കായിരുന്നു. വയനാട്ടിൽ മാനന്തവാടിയിൽ ആണ് അവിടെ CPM ഉള്ളത്. അത് OR കേളു തന്നെ വീണ്ടും മത്സരിക്കും. അദ്ദേഹത്തിന് ആദ്യ തവണ, അതായത് 2016 ഏതാണ്ട് 1000 വോട്ടിൻ്റെ ഭൂരിപക്ഷമേ ഉണ്ടായിരുന്നുള്ളൂ. 2021 വന്നിട്ട് 10000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിക്കുകയും ചെയ്തത്. ഈ സമീപ സമയത്താണല്ലോ അദ്ദേഹം മന്ത്രിയായത്. കോഴിക്കോട് പേരാമ്പ്രയിലാണ് TP രാമകൃഷ്ണൻ. TP രാമകൃഷ്ണന് വീണ്ടും മത്സരിക്കാനുള്ള സാധ്യത ഇല്ല. കാരണം അദ്ദേഹം LDF കൺവീനർ സ്ഥാനത്ത് കൂടി നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തെ മാറ്റി നിർത്തും. മലപ്പുറം ജില്ലയിൽ അങ്ങനെ വേണ്ടത്ര തരത്തിൽ 2ാം ഊഴം ആർക്കും പ്രത്യേകിച്ചില്ല താനും. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സീറ്റും കുറവാണ്. പിന്നെ പാലക്കാട് വരുമ്പോൾ അവിടെ ആലത്തൂരിലും നെന്മാറയിലും ഇപ്പോഴുള്ളവർക്ക് തന്നെ തുടരുമെന്നാണ് അറിയുന്നത്. തൃശ്ശൂരിൽ മണലൂർ മണ്ഡലമാണ്. മണലൂരിലെ ഒരു മുരളി പെരുന്നെല്ലിയാണ് ഉള്ളത്. അദ്ദേഹത്തിന് വീണ്ടും കൊടുക്കത്തില്ല. പിന്നെ എറണാകുളത്ത് മാക്സി അല്ലേ, അതും പിന്നെ കോതമംഗലവും അവരെ തന്നെ നിർത്തുമെന്നാണ് പാർട്ടിയുടെ ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇടുക്കിയിലെ ജില്ലയിലേക്ക് വരുമ്പോൾ ഉടുമ്പൻചോലയിൽ MM മണിയാണ്. MM മണി 2016-ലും 2021-ലും MM മണിയെ ഇത്തവണ മാറ്റി നിർത്തും. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ്. പിന്നെ വരുന്നത് കോട്ടയം ജില്ലയിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. കോട്ടയത്ത് ഏറ്റുമാനൂരിലെ VN വാസവൻ തന്നെ തുടരും. ആലപ്പുഴ ജില്ലയിൽ വരുമ്പോൾ അവിടെ കായംകുളമാണ്. കായംകുളത്ത് U പ്രതിഭയാണ് 2016-ലും 2021-ലും വിജയിച്ചത്. U പ്രതിഭയ്ക്ക് അവിടെ നമുക്കറിയാം വലിയ വിഭാഗീയതയും പ്രശ്നങ്ങളും ഒക്കെ നടക്കുന്ന മണ്ഡലമാണ്. അപ്പോൾ U പ്രതിഭയെ ഇത്തവണ അവിടെ മത്സരരംഗത്തേക്ക് ഇറക്കുന്നില്ല. തുടർച്ചയായി 2 തവണയുമായി പിന്നെ അവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയും ചെയ്യുന്നത് കൊണ്ട്. പക്ഷേ അവിടെ CPM കണ്ടെത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കാരണം അവിടെ അതിഗംഭീരമായ മത്സരമായിരിക്കും നടക്കാൻ പോകുന്നത്. കാരണം BJP-യിൽ നിന്ന് ശോഭാ സുരേന്ദ്രനായിരിക്കും അവിടെ മത്സരിക്കുന്നതെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസിൽ നിന്ന് അരിതാ ബാബു 2021-ൽ മത്സരിച്ചതാണ്. അരിതാ ബാബു അന്ന് വിജയിക്കുമെന്ന് തന്നെ കണക്ക് കൂട്ടിയതാണ്. പക്ഷേ അന്നത്തെ ആ ഒരു LDF തരംഗത്തിലങ്ങ് പോയി എന്നുള്ളതാണ്. പിന്നെ ആലപ്പുഴ ജില്ലയിൽ വരുന്ന ചെങ്ങന്നൂരിൽ സജി ചെറിയാൻ തന്നെ തുടരും. സജി ചെറിയാൻ ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് കയറി വരുന്നത്. പക്ഷേ ആ ഉപതെരഞ്ഞെടുപ്പ് ഇതിനകത്ത് കൗണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ സജി ചെറിയാനും ഈ ആനുകൂല്യം
ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇനി വളരെ വിചിത്രമായിട്ടുള്ളൊരു കാര്യം, പത്തനംതിട്ട ജില്ലയിൽ ആറന്മുള, പത്തനംതിട്ട ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളാണുള്ളത്. ഈ 5ഉം LDFിൻ്റെ കൈവശം തന്നെയായിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് ആറന്മുള. ആറന്മുള പത്തനംതിട്ട ജില്ലയ്ക്ക് ഒരു മന്ത്രിയും ഒരു ഡെപ്യൂട്ടി സ്പീക്കറുമാണുള്ളത്, അടൂരിൽ നിന്നുള്ള ചിറ്റയം ഗോപകുമാർ. വീണ ജോർജിന് വിജയസാധ്യത കണക്കിലെടുത്തുകൊണ്ട് വീണ്ടും കൊടുക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ വിജയസാധ്യത കണക്കിലെടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾക്ക്, അല്ല അത് എതിർ സ്ഥാനാർത്ഥിയുടെ വിജയസാധ്യതയാണ്. എതിർ സ്ഥാനാർത്ഥിയുടെ വിജയസാധ്യതയ്ക്കാണ്. എതിർ സ്ഥാനാർത്ഥിക്ക് വലിയ വർക്ക് ചെയ്യേണ്ടി വരില്ല. കാരണം വീണ ജോർജിനെതിരെ വലിയ വികാരം അവിടെ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്, സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ. ഇതെനിക്ക് തോന്നുന്നു സഭയുടെ ഒരു സമ്മർദ്ദമായിരിക്കും. സഭയുടെ സമ്മർദ്ദത്തിൽ പാർട്ടി പെട്ടു നിൽക്കുന്നത്. 2016 വീണ ജോർജ് സഭയുടെ സ്ഥാനാർത്ഥിയായിട്ട് തന്നെയാണ് വരുന്നത്. പിന്നെ 2021 എനിക്കൊന്ന് മന്ത്രിയാക്കിയതും ഇതുകൊണ്ട് തന്നെയാണ്. കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തെ മുഴുവൻ ഇല്ലാതാക്കി കളഞ്ഞ ഒരു മന്ത്രി എന്ന് വേണമെങ്കിൽ പറയാം. അവരിലൂടെ തന്നെ ഈ മന്ത്രിസഭയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്ന, ഈ സർക്കാരിന് ഉണ്ടാക്കാൻ പോകുന്ന പ്രതിച്ഛായയിൽ വലിയ മങ്ങലേറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അത് തന്നെ സർക്കാരിൻ്റെ പതറാൻ പോകുന്നതിൻ്റെ ഒന്നാണ്. എന്നിട്ട് അവർക്ക് വീണ്ടും കൊടുക്കുന്നു എന്നുള്ളതാണ്. പിന്നെ കൊല്ലത്തേക്ക് വരുമ്പോൾ, കൊല്ലത്തെ ഇരവിപുരം മണ്ഡലത്തിൽ നൗഷാദ്, അവിടെ നൗഷാദ് തന്നെ തുടരും എന്നാണ് അറിയുന്നത്. ഇനിയിപ്പം നമ്മൾ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ പാറശാലയിൽ 2 തവണയായിട്ട് CK ഹരീന്ദ്രൻ തന്നെയാണ്. CK ഹരീന്ദ്രനെ തന്നെ തുടരാനാണ് പാർട്ടി തീർച്ചപ്പെടുത്തിയിട്ടുള്ളത്. കാരണം അവിടെ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അതുപോലെ തിരുവനന്തപുരം ജില്ലയിലെ മറ്റൊരു മണ്ഡലമാണ് കാട്ടാക്കട. IB സതീഷ് അവിടെ വലിയ മറ്റൊരു മണ്ഡലത്തിൽ ഇല്ലാത്ത തരത്തിലുള്ള ഒരു പ്രത്യേകത ആ മണ്ഡലത്തിലുണ്ട്. എന്താ, വിഭവ കാര്യങ്ങളിൽ വലിയ മുന്നേറ്റം കുറിച്ചു എന്നുള്ളതാണ്. ജലസ്രോതസ്സുകളെയൊക്കെ തന്നെ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തി വലിയൊരു പ്രത്യേക ഒരു ശ്രദ്ധ കൊണ്ടുവരാനും അത് മറ്റു മണ്ഡലങ്ങൾക്ക് മാതൃകയാക്കേണ്ടതെന്ന് തന്നെ സർക്കാർ പറയുകയും ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇതിൻ്റെ വേറൊരു കാര്യം, അവിടെ BJP PK കൃഷ്ണദാസിനെ കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ വരുന്ന നിയമസഭാ മണ്ഡലമാണ് കാട്ടാക്കട. അവിടെ കാട്ടാക്കടയിൽ 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1ാം സ്ഥാനത്തായിരുന്നു V മുരളീധരൻ. അപ്പോൾ അവിടെ അതിശക്തമായ മത്സരമായിരിക്കും. പക്ഷേ IB സതീഷിന് വലിയ ജനപ്രിയനായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് മറ്റ് അതിപ്രധാനമായിട്ടുള്ളൊരു മണ്ഡലമാണ് കഴക്കൂട്ടത്ത് 2 തവണയായിട്ട് കടകംപള്ളി സുരേന്ദ്രനാണ്. ഇനി 3ാമതും കൊടുക്കും എന്നാണ് പാർട്ടി തീരുമാനം. പക്ഷേ അത് BJPയുടെ V മുരളീധരനാണ് അവിടെ മത്സരിക്കുന്നത്. BJP 2021 2016 2ാം സ്ഥാനത്തെത്തിയതാണ്. ശോഭാ സുരേന്ദ്രനും V മുരളീധരനും അവിടെ മാറി മാറി മത്സരിച്ചു. 21 ശോഭയായിരുന്നു. അപ്പോൾ കഴക്കൂട്ടത്ത് കടകംപള്ളി മത്സരിച്ചു കഴിഞ്ഞാൽ അത് മിക്കവാറും BJPക്ക് സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. പിന്നെ വർക്കലയിൽ ഇപ്പോഴത്തെ സിറ്റിംഗ് MLA തന്നെയായ B ജോയി തുടരും എന്നാണ് അറിയുന്നത്. നെയ്യാറ്റിൻകരയിൽ ആൻസലിന് പകരം ഒരു പുതുമുഖത്തെ കൊണ്ടുവരും എന്നാണ് പാർട്ടിയുടെ തീരുമാനം. അപ്പോൾ ചിലയിടങ്ങളിൽ വിജയസാധ്യത കണ്ടും ചിലരുടെ അവരുടെ കഴിവ് കൊണ്ടും അവരെ തുടരാൻ പാർട്ടി തീർച്ചപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഈ CPM എടുത്തിരിക്കുന്ന ഇപ്പോഴത്തെ തീരുമാനം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.